വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനം. വഴിതെറ്റിപ്പോകുമെന്ന ഭയത്താൽ ധാരാളം ദൈവകൃപകളെ ഞാൻ നഷ്ടമാക്കിയിരുന്നു. ദൈവം എന്നെ വളരെ ശക്തിയായി അവിടത്തോടടുപ്പിച്ചതിനാൽ പെട്ടെന്ന് അവിടുന്ന് ലയിക്കുമ്പോൾ അവിടുത്തെ കൃപകളെ തടസ്സപ്പെടുത്താൻ ഞാൻ അശക്തയായിരുന്നു. ഈ സമയത്തെല്ലാം ഞാൻ വലിയ സമാധാനം അനുഭവിച്ചു. പിന്നീട് ഞാൻ അസ്വസ്ഥയാകാൻ ശ്രമിച്ചപ്പോഴും എനിക്കതിന് കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഈ വാക്കുകൾ ശ്രവിച്ചു: ഞാനാണ് ഇതെല്ലാം നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നതെന്ന് നിനക്ക് ബോധ്യമാകാൻ നിനക്ക് അഗാധമായ സമാധാനം നൽകും. നീ ഭയപ്പെടാനും വിഷമിക്കാനും ആഗ്രഹിച്ചാലും ഇന്ന് നിനക്കത് സാധിക്കുകയില്ല. സ്വയം വിസ്മൃതാവസ്ഥയിൽ സ്നേഹത്താൽ നിന്റെ ആത്മാവ് കവിഞ്ഞൊഴുകും. പിന്നീട് ഈശോ എനിക്ക് ആത്മീയ പിതാവായി ഫാദർ സോപ്പോച്കോയെ തന്നു. അദ്ദേഹത്തോട് എന്റെ ആത്മാവിന്റെ അവസ്ഥ തുറന്നു പറയാൻ അവിടുന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ആദ്യമെല്ലാം ഞാൻ അല്പം സങ്കോചത്തോടെയാണ് സംസാരിച്ചത്. എന്നാൽ ഈശോയിൽ നിന്നുള്ള കർശനമായ ശാസനം എന്നെ കൂടുതൽ എളിമയുള്ളവളാക്കി. അദ്ദേഹത്തിന്റെ പരിശീലനത്തിൽ ഞാൻ ദൈവസ്നേഹത്തിൽ പെട്ടെന്ന് അഭിവൃദ്ധി പ്രാപിച്ചു. കർത്താവിന്റെ ധാരാളം ആഗ്രഹങ്ങൾ പ്രാബല്യത്തിൽ വരുത്താൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ ധൈര്യവും അഗാധമായ എളിമയും കണ്ട് ഞാൻ അമ്പരന്നിട്ടുണ്ട്. ഓ, ഇത്രമാത്രം കൃപകൾ നഷ്ടമാക്കിയ എൻ്റെ ആത്മാവ് എത്ര നികൃഷ്ടമാണ്! ദൈവത്തിൽ നിന്ന് ഞാൻ ഓടി അകലുകയായിരുന്നു. അവിടുന്ന് തൻ്റെ കൃപകളാൽ എന്നെ അനുധാവനം ചെയ്തുകൊണ്ടിരുന്നു. അപ്രതീക്ഷിതമായ സമയങ്ങളിലാണ് ദൈവത്തിൻ്റെ കൃപകളെ പലപ്പോഴും ഞാൻ അനുഭവിച്ചിരുന്നത്. എനിക്ക് ഒരു ആത്മീയ ഉപദേഷ്ടാവിനെ അവിടുന്ന് നൽകിയത് മുതൽ ഞാൻ കൃപകളോട് കൂടുതൽ വിശ്വസ്തത പുലർത്താൻ തുടങ്ങി. ആത്മീയ പിതാവിന്റെ സൂക്ഷ്മമായ പരിപാലനയാൽ ആത്മീയ മാർഗനിർദ്ദേശം എന്താണെന്നും ഈശോ അതിനെ എപ്രകാരം നോക്കിക്കാണുന്നുവെന്നും ഞാൻ മനസ്സിലാക്കി. ഏറ്റവും ചെറിയ തെറ്റുകൾക്ക് പോലും ഈശോ താക്കീതു നൽകി. ഞാൻ കുമ്പസാരക്കാരനോട് പറയുന്ന കാര്യങ്ങളിലെല്ലാം ഈശോ തന്നെ വിധിതീർപ്പുണ്ടാക്കി. അവിടുന്ന് എന്നോട് പറഞ്ഞു: കുമ്പസാരക്കാരനോട് ചെയ്യുന്ന എല്ലാ തെറ്റുകളും എന്നോട് തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചപ്പോൾ ആഴമായ ചിന്തകളും സമാധാനവും എനിക്ക് അനുഭവപ്പെട്ടു. എന്റെ അന്തരാത്മാവിൽ പലപ്പോഴും ഇപ്രകാരം കേട്ടു: യുദ്ധത്തിനായി നിന്നെ ശക്തിപ്പെടുത്തുക. പല സമയങ്ങളിലും ഇത് ആവർത്തിക്കുകയുണ്ടായി.